ബയോകെമിസ്ട്രി ലാബിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാനപരമായ ഉപകരണങ്ങളെക്കുറിച്ച്, ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത്. അടിസ്ഥാനപരമായ ഉപകരണങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് അപ്രകാരത്തിൽ നാം വിവക്ഷിക്കുന്നത്. ആധുനികമായിട്ടുള്ള ഒട്ടനവധി ഉപകരണങ്ങൾ മോഡേൺ ബയോകെമിസ്ട്രി ലാബുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അത്തരം ഉപകരണങ്ങളെ കുറിച്ച് അതുമായിട്ട് ബന്ധപ്പെടുന്ന ടെസ്റ്റുകളുടെ സമയത്ത് നാം ഡിസ്കസ് ചെയ്യുന്നു. ഈ ക്ലാസ്സിൽ നാം പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കളറിമീറ്റർ, ഫ്ലെയിം ഫോട്ടോമീറ്റർ, സെൻട്രിഫ്യൂജ്, വാട്ടർ ബാത്ത് എന്നീ ഉപകരണങ്ങളെ കുറിച്ചാണ്. കളറിമീറ്റർ ഫസ്റ്റ് ഇയറിൽ വളരെ വിശദമായി പഠിച്ചതാണ്. അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമം, ദ ബേസിക് ലോ ഓഫ് കളറിമെട്രി ഈസ് ബിയർ-ലാംബർട്ട്സ് ലോ. രണ്ട് നിയമങ്ങൾ ചേർത്ത് ബിയേഴ്സ് ലോയും ലാംബർട്ട്സ് ലോയും കൂടെ ചേർന്നാണ് കളറിമീറ്ററിന്റെ അടിസ്ഥാനപരമായ നിയമമായിട്ട് മാറുന്നത്. ബിയേഴ്സ് ലോ എന്ന് പറഞ്ഞാൽ ഒരു കളേർഡ് സൊല്യൂഷനിൽ കൂടി മോണോക്രോമാറ്റിക് ലൈറ്റ് കടന്നു പോകുമ്പോൾ ആ സൊല്യൂഷൻ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റ് ആ സൊല്യൂഷനിലുള്ള അനലൈറ്റിന്റെ കോൺസെൻട്രേഷന് ആനുപാതികമായിരിക്കും. അതേപോലെ ലാംബർട്ട്സ് ലോ എന്ന് പറഞ്ഞാൽ ഒരു കളേർഡ് സൊല്യൂഷനിൽ കൂടി മോണോക്രോമാറ്റിക് ലൈറ്റ് കടന്നു പോകുമ്പോൾ ആ സൊല്യൂഷൻ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് എത്ര ലെങ്ത് കോളത്തിൽ കൂടി, എത്ര ലെങ്ത് സൊല്യൂഷനിൽ കൂടി ലൈറ്റ് കടന്നുപോയി എന്നതിന് ആനുപാതികമായിരിക്കും. ഈ രണ്ട് നിയമങ്ങൾ കൂടി ചേർത്തിട്ട് ബിയർ-ലാംബർട്ട്സ് ലോ എന്നാണ് നാം വിളിക്കുന്നത്. The analyte is converted to a colored complex and absorbance is measured. Analyte എന്ന് പറഞ്ഞാൽ എന്ത് വസ്തുവിനെയാണ് നാം കണ്ടുപിടിക്കേണ്ടത്, അതിനാണ് അനലൈറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം, ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ, ബ്ലഡ് ഷുഗർ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഗ്ലൂക്കോസ് ആണ് അനലൈറ്റ്. ഗ്ലൂക്കോസ് നമുക്കറിയാവുന്നതുപോലെ കളർലെസ് ആണ്, പ്രത്യേകിച്ച് നിറമില്ലാത്ത ഒന്നാണ്. കളർലെസ് ആയിട്ടുള്ള ഒരു വസ്തുവിനെ കളറിമീറ്റർ ഉപയോഗിച്ച് അതിന്റെ അബ്സോർബൻസ് മെഷർ ചെയ്യാനാവില്ല. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് കളർലെസ് ആയിട്ടുള്ള വസ്തുവിനെ കളേർഡ് കോംപ്ലക്സ് ആക്കി മാറ്റണം. അങ്ങനെ ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ചില കെമിക്കൽ റിയാക്ഷൻസ് വഴി മാത്രമേ സാധ്യമാകുന്നുള്ളൂ. അപ്പൊ കളറിമീറ്റർ ഉപയോഗിച്ചൊരു വസ്തുവിനെ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് വസ്തുവിനെയാണോ, ആ അനലൈറ്റിനെ, ഇവിടെ ഞാൻ പറഞ്ഞ ഉദാഹരണം ഗ്ലൂക്കോസ് ആണ്, അനലൈറ്റിനെ ഒരു കളേർഡ് കോംപ്ലക്സ് ആയിട്ട് നാം കൺവേർട്ട് ചെയ്യണം ചില കെമിക്കൽ റിയാക്ഷൻസ് വഴി. അതിനുശേഷം അതിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, OD അഥവാ അബ്സോർബൻസ് നാം മെഷർ ചെയ്യുന്നു. ഒരു കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അറിയാവുന്ന ഒരു കോൺസെൻട്രേഷനുമായിട്ട് കമ്പയർ ചെയ്താൽ മാത്രമേ അറിയാത്ത ഒരു കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാനാവൂ. നമുക്ക് എത്രയാണ് കോൺസെൻട്രേഷൻ എന്നറിയാത്ത ആ സാമ്പിളിനെ നാം ടെസ്റ്റ് എന്ന് വിളിക്കുന്നു. ആ ടെസ്റ്റിലുള്ള വസ്തുവിന്റെ അളവ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ അറിയാവുന്ന ഒരു വസ്തു, അതായത് ഏത് വസ്തുവിനാണ് കണ്ടുപിടിക്കേണ്ടത്, അതിന്റെ നോൺ കോൺസെൻട്രേഷൻ ഉള്ള ഒരു സൊല്യൂഷൻ നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ അറിയാവുന്ന നോൺ കോൺസെൻട്രേഷൻ ഉള്ള ആ സൊല്യൂഷനെ നാം സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ ടെസ്റ്റിനെയും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡിനെയും രണ്ടിനെയും നാം കെമിക്കൽ റിയാക്ഷൻസ് വഴി കളേർഡ് കോംപ്ലക്സ് ആക്കി മാറ്റുന്നു. ആ രണ്ടിന്റെയും കളർ, ടെസ്റ്റിന്റെ കളറും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡിന്റെ കളറും കളറിമീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നു. അങ്ങനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സീറോ സെറ്റ് ചെയ്യണം. ഏത് മെഷർമെന്റും നമുക്കറിയാം സീറോയിൽ നിന്നാണ് മെഷർ ചെയ്യേണ്ടത്. അങ്ങനെ സീറോ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അതായത് 0 സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ സൊല്യൂഷനെ ബ്ലാങ്ക് സൊല്യൂഷൻ എന്നാണ് നാം വിളിക്കുക. ഇപ്പൊ ഈ കളറിമീറ്ററിൽ സീറോ സെറ്റ് ചെയ്യാൻ വേണ്ടി ബ്ലാങ്ക് ഉപയോഗിക്കുന്നു. ആ ബ്ലാങ്ക് ഉപയോഗിച്ച് സീറോ സെറ്റ് ചെയ്തതിനു ശേഷം ടെസ്റ്റിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നാം മെഷർ ചെയ്യുന്നു. അതിനുശേഷം സ്റ്റാൻഡേർഡിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മെഷർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ നമുക്ക് അറിയാവുന്ന നോൺ കോൺസെൻട്രേഷൻ, ആർട്ടിഫിഷ്യൽ ആയിട്ട് പ്രിപ്പയർ ചെയ്ത ആ സൊല്യൂഷനാണ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഫോർമുല യൂസ്ഡ് ഇൻ കളറിമെട്രി. കളറിമെട്രിയിൽ വസ്തുവിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ, അനലൈറ്റിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന ഫോർമുല ഇതാണ്: അബ്സോർബൻസ് ഓഫ് ടെസ്റ്റ് ഡിവൈഡഡ് ബൈ അബ്സോർബൻസ് ഓഫ് സ്റ്റാൻഡേർഡ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്. ഇതാണ് ഉപയോഗിക്കുന്ന ഫോർമുല. ഈ ഫോർമുല ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്
ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സ്പെസിമെന്റെ ടെസ്റ്റ് സാമ്പിളിന്റെ അളവും ക്വാണ്ടിറ്റിയും സ്റ്റാൻഡേർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് സൊല്യൂഷന്റെ ക്വാണ്ടിറ്റിയും സെയിം ആയിരിക്കണം. ഉദാഹരണം, ബ്ലഡ് ഗ്ലൂക്കോസ് ചെയ്യാൻ വേണ്ടിയിട്ട് 0.01 ml സിറാണ് നമ്മൾ ഉപയോഗിക്കുക എങ്കിൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡിന്റെ അളവും 0.01 ml ആയിരിക്കണം, അതിന്റെ വോളിയം. അപ്പോഴാണ് നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അബ്സോർബൻസ് ഓഫ് ടെസ്റ്റ് ഡിവൈഡഡ് ബൈ അബ്സോർബൻസ് ഓഫ് സ്റ്റാൻഡേർഡ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്. ഈ കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് പെർ 100 ml ആണ് നാം ഉദ്ദേശിക്കുന്നത് എങ്കിൽ മാത്രമാണ് ഈ അനലൈറ്റിന്റെ ഡെസിലിറ്ററിലുള്ള കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനാകുക. ഡെസിലിറ്റർ എന്ന് പറഞ്ഞാൽ 1/10 ഓഫ് എ ലിറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ml. ഡെസിലിറ്റർ എന്ന് പറഞ്ഞാൽ 100 ml ആണ്. അപ്പൊ 100 ml സ്പെസിമെനിലുള്ള വസ്തുവിന്റെ അനലൈറ്റിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അബ്സോർബൻസ് ഓഫ് ടെസ്റ്റ് ഡിവൈഡഡ് ബൈ അബ്സോർബൻസ് ഓഫ് സ്റ്റാൻഡേർഡ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് പെർ 100 ml സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ഈ ഫോർമുല ഉപയോഗിച്ചാണ് വസ്തുവിന്റെ കോൺസെൻട്രേഷൻ നാം കണ്ടുപിടിക്കുന്നത്. കളറിമീറ്ററിന്റെ ഉപയോഗം സംബന്ധിക്കുന്ന മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കളറിമീറ്ററിന്റെ ഭാഗങ്ങൾ ഏതെല്ലാം, അതിന്റെ മെയിൻ്റനൻസ് തുടങ്ങിയ കാര്യങ്ങൾ ഫസ്റ്റ് ഇയറിൽ വിശദമായിട്ട് നാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനിയുള്ള സ്പെക്ട്രോഫോട്ടോമീറ്റർ ആണ്. സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്ന് പറയുന്നതും ഒരു ഫോട്ടോമെട്രിക് ഇൻസ്ട്രുമെന്റ് ആണ്. ഫോട്ടോമെട്രിക് എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ ബിയർ-ലാംബർട്ട്സ് ലോ. ബിയർ-ലാംബർട്ട്സ് ലോ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണമാണ്. അപ്പൊ കളറിമീറ്ററും അതേപോലെ തന്നെയാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് കളറിമീറ്ററും സ്പെക്ട്രോഫോട്ടോമീറ്ററും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന്. കളറിമീറ്ററിൽ ഫസ്റ്റ് ഇയർ പഠിച്ച് ഓർമ്മിക്കണം, മോണോക്രോമാറ്റിക് ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാം ഉപയോഗിച്ചത് ഫിൽറ്ററുകളായിരുന്നു ഉപയോഗിച്ചത്. പല രീതിയിലുള്ള ഫിൽറ്ററുകൾ, 400 മുതൽ 700 വരെ നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫിൽറ്ററുകളായിരുന്നു. ആ ഫിൽറ്ററുകൾ അതിന്റെ വേവ് ലെങ്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിന്റെ നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം മനസ്സിലാക്കിയിരുന്നത്. ഗ്രീൻ ഫിൽറ്റർ, ബ്ലൂ ഫിൽറ്റർ, റെഡ് ഫിൽറ്റർ, അങ്ങനെ ഓരോ ഫിൽറ്ററുകളുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അപ്പൊ ആ ഫിൽറ്ററിന്റെ ഒക്കെ പ്രത്യേകത, അതുണ്ടാക്കുന്ന ലൈറ്റ് ഒരു നിശ്ചിത ബാൻഡ് ഓഫ് വേവ് ലെങ്തിലായിരുന്നു. അതായത് 400 മുതൽ 430 വരെ, 430 മുതൽ 450 വരെ, 500 മുതൽ 540 വരെ, അങ്ങനെ ഒരു റേഞ്ചിലുള്ള ലൈറ്റിനെ ആയിരുന്നു, റേഞ്ച് ഓഫ് വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ ആയിരുന്നു ഫിൽറ്റർ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്തത്. ഇവിടെ സ്പെക്ട്രോഫോട്ടോമീറ്റർ ആകുമ്പോൾ നാം ഉപയോഗിക്കുന്നത് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്സ് അല്ലെങ്കിൽ പ്രിസംസ്. പ്രിസം എന്താണെന്ന് ഫിസിക്സിൽ, അതുപോലെ ഗ്രേറ്റിംഗ്സും എന്താണെന്ന് ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഡിഫ്രാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രേറ്റിംഗ്സ് അല്ലെങ്കിൽ പ്രിസം ഉപയോഗിച്ച് നമുക്ക് മോണോക്രോമാറ്റിക് ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാം. ഈ മോണോക്രോമാറ്റിക് ലൈറ്റിന്റെ പ്രത്യേകത, അതിന്റെ ബാൻഡ് വിഡ്ത്ത് വളരെ കുറവായിരിക്കും. നമുക്ക് 400, 401, 402 അങ്ങനെ ഓരോ വേവ് ലെങ്തിലുള്ള, അല്ലെങ്കിൽ 401.1 അത്രമാത്രം ഡെസിമൽ ലെവലിലുള്ള പോലും വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗ്രേറ്റിംഗ്സ് ഉപയോഗിച്ചാൽ നമുക്ക് സാധിക്കുന്നു. ലൈറ്റ് വിത്ത് വെരി നാരോ വേവ് ലെങ്ത് ബാൻഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അതാണ് ഈ ഗ്രേറ്റിംഗ്സും അല്ലെങ്കിൽ പ്രിസം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത. മെഷർമെന്റ് ക്യാൻ ബി മെയ്ഡ് ഇൻ UV, വിസിബിൾ ആൻഡ് ഇൻഫ്രാറെഡ് റേഞ്ചസ്. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് 400 മുതൽ 700 വരെ നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെയാണ് നാം വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്. ഈ വിസിബിൾ ലൈറ്റിനേക്കാൾ കുറഞ്ഞ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ അൾട്രാ വയലറ്റ് UV ലൈറ്റ് എന്നും, അതിനേക്കാൾ കൂടിയ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ IR അഥവാ ഇൻഫ്രാറെഡ് റേഞ്ച് എന്നാണ് നാം വിളിക്കുക. കളറിമീറ്റർ ഉപയോഗിക്കുമ്പോൾ ഈ വിസിബിൾ റേഞ്ചിലുള്ള അബ്സോർബൻസ് മാത്രമേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുള്ളൂ, 400 മുതൽ 700 വരെയുള്ള നാനോമീറ്റർ. പക്ഷേ സ്പെക്ട്രോഫോട്ടോമീറ്റർ ആകുമ്പോൾ നമുക്ക് അൾട്രാ വയലറ്റ് റേഞ്ച്, വിസിബിൾ റേഞ്ച്, ഇൻഫ്രാറെഡ് റേഞ്ച്, എല്ലാ റേഞ്ചിലുള്ള ലൈറ്റും അല്ലെങ്കിൽ അബ്സോർബൻസും നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അത് സ്പെക്ട്രോഫോട്ടോമീറ്ററിന്റെ ഒരു പ്രത്യേകതയാണ്. മറ്റൊന്ന്, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ കൈനറ്റിക് അസേ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് കൈനറ്റിക് അസേ, എന്താണ് എൻ പോയിന്റ് അസേ എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കിയതാണ്. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ തന്നെ അതിന്റെ വേഗത മനസ്സിലാക്കുന്ന രീതിയിലുള്ള ആ നിർണയത്തിനാണ് കൈനറ്റിക് അസേ എന്ന് നാം പറയുന്നത്. കൈനറ്റിക് അസേ ചെയ്യാൻ മോർ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സ്പെക്ട്രോഫോട്ടോമീറ്റർ ആണ്. കാരണം കൈനറ്റിക് അസേ പലതും
നടക്കുന്നത് UV റീജിയനിലും അതുപോലെ തന്നെ IR റീജിയനിലും ഒക്കെ ആകാം. കളറിമീറ്റർ ഉപയോഗിച്ചാൽ ആ വിസിബിൾ റേഞ്ചിലുള്ള ചേഞ്ച് മാത്രമേ നമുക്ക് മനസ്സിലാക്കാനാവുന്നുള്ളൂ. കൈനറ്റിക് അസേക്കും സ്പെക്ട്രോഫോട്ടോമീറ്റർ ഉപയോഗിക്കും. അപ്പൊ എന്താണ് സ്പെക്ട്രോഫോട്ടോമീറ്ററും കളറിമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, കളറിമീറ്റർ വിസിബിൾ റേഞ്ചിലുള്ള ലൈറ്റ് മാത്രം മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സ്പെക്ട്രോഫോട്ടോമീറ്റർ UV, വിസിബിൾ, ഇൻഫ്രാറെഡ് 3 മേഖലയിലുള്ള ലൈറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. കൈനറ്റിക് അസേക്ക് കൂടുതൽ സ്യൂട്ടബിൾ ആണ്. അതുപോലെ ഫിൽട്ടറുകളാണ് കളറിമീറ്ററിൽ മോണോക്രോമാറ്റർ ആയിട്ട് ഉപയോഗിച്ചതെങ്കിൽ ഗ്രേറ്റിംഗ്സും പ്രിസവുമാണ് മോണോക്രോമാറ്റർ ആയിട്ട് സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ നമുക്ക് കൈനറ്റിക് അസേ UV റീജിയനിലും ഇൻഫ്രാറെഡ് റീജിയനിലുമുള്ള കൈനറ്റിക് അസേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പെക്ട്രോഫോട്ടോമീറ്റർ ഉപയോഗിച്ച് കൂടുതൽ കൃത്യതയോടെ ചെയ്യാനായിട്ട് കഴിയുന്നു. അടുത്ത ഉപകരണം ഫ്ലെയിം ഫോട്ടോമീറ്റർ എന്ന ഉപകരണമാണ്. ഇറ്റ് ഈസ് എ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ലൈറ്റ് എമിറ്റഡ് ബൈ ബേണിംഗ് ഓഫ് എലമെന്റ്സ്. ഇപ്പൊ കളറിമീറ്ററിൽ നാം കണ്ടുപിടിച്ചത് ഒരു സൊല്യൂഷൻ കൂടി കടന്നു പോകുമ്പോൾ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിനെയാണ് കണ്ടുപിടിച്ചത്. ഇവിടെ നേരെ തിരിച്ച് ഒരു വസ്തു കത്തുമ്പോൾ, നമുക്കറിയാം ഏത് വസ്തുവും കത്തുമ്പോൾ അതിൽ നിന്ന് ലൈറ്റ് പ്രകാശം പുറത്തേക്ക് വരും. അങ്ങനെ പുറത്തേക്ക് വരുന്ന ആ ലൈറ്റിനെ മെഷർ ചെയ്യുന്നു. ഇതിൽ നാം മനസ്സിലാക്കേണ്ടത് ഏത് വസ്തു, ഏത് എലമെന്റ് ആണെങ്കിലും, എലമെന്റ് എന്ന് പറഞ്ഞാൽ മൂലകങ്ങൾ, ഏത് എലമെന്റ് ആണെങ്കിലും അത് കമ്പസ്റ്റബിൾ ആണെങ്കിൽ, കത്തുന്നതാണെങ്കിൽ, അത് കത്തുമ്പോൾ അതിൽ നിന്ന് പുറപ്പെടുന്ന വെളിച്ചം ഓരോന്നിനും സ്പെസിഫിക് ആയിരിക്കും. ഉദാഹരണം, സോഡിയം പുറത്തേക്ക് വിടുന്ന ആ വെളിച്ചം ആയിരിക്കില്ല പൊട്ടാസ്യം പുറത്തേക്ക് വിടുക, പൊട്ടാസ്യം പുറത്തേക്ക് വിടുന്നതായിരിക്കില്ല ബേരിയം, ബേരിയം വിടുന്നതായിരിക്കില്ല കാൽസ്യം. അതായത് മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രം, ഓരോ എലമെന്റും അത് ബേൺ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു സ്പെസിഫിക് വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ പുറത്തേക്ക് വിടുന്നു. അപ്പൊ ആ ലൈറ്റിന്റെ അളവ് എന്ന് പറയുന്നത്, ആ ലൈറ്റിന്റെ കോൺസെൻട്രേഷൻ, അതായത് ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ കോൺസെൻട്രേഷന് ആനുപാതികമായിരിക്കും. ഇപ്പൊ ഒരു സ്പെസിമെനിൽ 10 മില്ലിഗ്രാം സോഡിയം ആണെങ്കിൽ അത് കത്തുമ്പോൾ ഉണ്ടാകുന്ന ലൈറ്റിന്റെ അളവും 20 മില്ലിഗ്രാം സോഡിയം ആണെങ്കിൽ അത് കത്തുമ്പോൾ ഉണ്ടാകുന്ന ലൈറ്റിന്റെ അളവും വ്യത്യസ്തമായിരിക്കും. അതായത് കൂടുതൽ എമൗണ്ട് സബ്സ്റ്റൻസ്, കൂടുതൽ എമൗണ്ട് എലമെന്റ് ഉണ്ടെങ്കിൽ കൂടുതൽ ഇന്റൻസിറ്റിയിൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റിന്റെ പ്രത്യേകത ഓരോ എലമെന്റിനും അതിൻ്റെതായ വ്യത്യസ്തമായ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ ആയിരിക്കും പുറത്തേക്ക് വിടുക. ഇപ്പൊ ഫ്ലെയിം ഫോട്ടോമീറ്റർ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പ്ലാസ്മയിൽ കാണുന്ന ഇതുപോലെ ബേൺ ചെയ്യാൻ പറ്റുന്ന കമ്പസ്റ്റബിൾ ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പ്ലാസ്മയിൽ കാണുന്ന ഇലക്ട്രോലൈറ്റ്സ് സോഡിയം, പൊട്ടാസ്യം, ബേറിയം, കാൽഷ്യം ഇവയെല്ലാം പ്ലാസ്മയിൽ കാണുന്നവയാണ്. അതിൽ ബേറിയം മാത്രം നോർമലി കാണാറില്ല. സോഡിയവും പൊട്ടാസ്യവും കാൽസ്യവും നോർമലി കാണാറുണ്ട്. ബേരിയം ചില ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, ചില മെഡിസിൻ ആയിട്ട് നാം ബേരിയം കൊടുക്കാറുണ്ട്. അപ്പോൾ ബേരിയത്തിന്റെ അളവ് പ്ലാസ്മയിൽ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇങ്ങനെ ഈസിലി കമ്പസ്റ്റബിൾ ആയിട്ടുള്ള, പെട്ടെന്ന് ബേൺ ചെയ്യാൻ പറ്റുന്ന, കത്തിക്കാൻ പറ്റുന്ന ഇലക്ട്രോലൈറ്റ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഫ്ലെയിം ഫോട്ടോമീറ്റർ. അതിന്റെ പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം. ഓൺ ഹീറ്റിംഗ്, ഇലക്ട്രോൺസ് of elements get excited by absorbing heat energy and move to higher energy state. സിമ്പിൾ ആണ്. ചൂടാക്കുമ്പോൾ ഓരോ എലമെന്റ്സിന്റെയും ഇലക്ട്രോണുകൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. ഹീറ്റിനെ അബ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജിയാണ്. അപ്പൊ അങ്ങനെ എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ ഇലക്ട്രോണുകൾ ഔട്ടർ ഓർബിറ്റ്സിലേക്ക്, അതായത് എനർജി ലെവൽ കൂടിയ ഓർബിറ്റുകളിലേക്ക് ജമ്പ് ചെയ്യും. അങ്ങനെ ഔട്ടർ ഓർബിറ്റുകൾ, അതായത് അതിന്റെ സ്വാഭാവിക ഓർബിറ്റിൽ നിന്നും ഔട്ടർ ഓർബിറ്റിലേക്ക് എനർജി കൂടുമ്പോൾ ജമ്പ് ചെയ്യുന്നു. പക്ഷെ ഈ എനർജി കൂടിയ ആ ഓർബിറ്റിൽ എത്തുന്ന ഇലക്ട്രോണുകൾക്ക് എപ്പോഴും ടെൻഡൻസി അതിന്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കുക, ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ ഇലക്ട്രോണുകൾ അത് ലോവർ എനർജി ലെവലിൽ നിന്നും ഹയർ എനർജി ലെവലിലേക്ക് ജമ്പ് ചെയ്യുന്നു. പക്ഷെ ഇലക്ട്രോണുകളുടെ എപ്പോഴും ടെൻഡൻസി അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക്, അതായത് ലോവർ എനർജി ലെവലിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഹയർ എനർജി ലെവലിലേക്ക് ജമ്പ് ചെയ്ത ഇലക്ട്രോണുകൾ കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ലോവർ എനർജി ലെവലിലേക്ക് തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരുമ്പോൾ
അതിനുള്ള എനർജിയെ അത് പുറത്തേക്ക് വിടണം. അങ്ങനെ എനർജിയെ ലൈറ്റ് എനർജി ആയിട്ട് പുറത്തേക്ക് വിടും. അങ്ങനെയാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുക. അങ്ങനെ എമിറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ പ്രത്യേകത ഓരോ എലമെന്റും എമിറ്റ് ചെയ്യുന്നത് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ ആയിരിക്കും. ഉദാഹരണം നമുക്ക് നോക്കാം. സോഡിയം കത്തിച്ചു കഴിഞ്ഞാൽ ആ സോഡിയം പുറപ്പെടുവിക്കുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് 589 നാനോമീറ്റർ യെല്ലോ ലൈറ്റ് ആയിരിക്കും. പൊട്ടാസ്യം ആണെങ്കിൽ 766 നാനോമീറ്റർ ലൈറ്റിനെ പുറത്തേക്ക് വിടും. ബേറിയം 544 നാനോമീറ്റർ ലൈറ്റിനെ പുറത്തേക്ക് വിടും. കാൽഷ്യം 622 നാനോമീറ്റർ ലൈറ്റിനെ പുറത്തേക്ക് വിടുമ്പോൾ ലിഥിയം 670 നാനോമീറ്റർ ഉള്ള ലൈറ്റിനെ ആയിരിക്കും പുറത്തേക്ക് വിടുക. ഇപ്പൊ ചുരുക്കത്തിൽ ഒരു എലമെന്റ് ബേൺ ചെയ്യുമ്പോൾ അത് ചില സ്പെസിഫിക് ആയിട്ടുള്ള വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ പുറത്തേക്ക് വിടുന്നു. അങ്ങനെ പുറത്തേക്ക് വിടാൻ കാരണം ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് ഉയർന്ന ഊർജ ലെവലിലേക്ക് ജമ്പ് ചെയ്ത് ഇലക്ട്രോണുകൾ അതിന്റെ സ്വാഭാവിക ഊർജ ലെവലിലേക്ക് തിരിച്ചു വരുമ്പോൾ പുറത്തേക്ക് വിടുന്ന എനർജിയാണ് ഈ ലൈറ്റ് ആയിട്ട് എമിറ്റ് ചെയ്യപ്പെടുന്നത്. അത്രയും മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അതാണ് ഒരു ഫ്ലെയിം ഫോട്ടോമീറ്ററിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിള്. അപ്പോൾ ഇങ്ങനെ എമിറ്റ് ചെയ്യുന്ന ആ ലൈറ്റിനെ നമ്മൾ മെഷർ ചെയ്യും. ആ ലൈറ്റിന്റെ അളവ് എന്ന് പറയുന്നത് ഈ കോമ്പൗണ്ടിന്റെ അളവിന് നേർ അനുപാതത്തിൽ ആയിരിക്കും. ഫ്ലെയിം ഫോട്ടോമീറ്റർ അത് പറഞ്ഞു അതെങ്ങനെയായിരിക്കും അതിന്റെ ഒരു വർക്കിംഗ് എന്ന് നമുക്ക് നോക്കാം. The emitted light will be proportional to the concentration of an light. അങ്ങനെ പുറത്തേക്ക് വിട്ട ആ ലൈറ്റ് ഒരു വസ്തു ഒരു എലമെന്റ് ബേൺ ചെയ്യുമ്പോൾ അത് എമിറ്റ് ചെയ്യുന്ന ആ ലൈറ്റിന്റെ അളവ് എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ കോൺസെൻട്രേഷൻ ആ ലൈറ്റിന്റെ കോൺസെൻട്രേഷന് ആനുപാതികമായിരിക്കും. സ്പെസിഫിക് ഫിൽറ്റേഴ്സ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് ദ ലൈറ്റ് എമിറ്റഡ് ബൈ ദ അനലൈറ്റ്. അപ്പൊ നമ്മൾ ഫിൽറ്ററുകൾ ഉപയോഗിക്കും. ആ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് ഏത് വസ്തുവിനെയാണോ കണ്ടുപിടിക്കേണ്ടത് ആ വസ്തുവിന്റെ ലൈറ്റ് മാത്രം കടത്തിവിടുന്ന രീതിയിലുള്ള ഫിൽറ്റർ ഉപയോഗിക്കും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നാം കത്തിക്കുന്ന ആ സാമ്പിൾഡ് ഇപ്പോ പ്ലാസ്മ നമ്മൾ ബേൺ ചെയ്യുന്നു. ആ പ്ലാസ്മയിൽ സോഡിയവും പൊട്ടാസ്യവും എല്ലാ വസ്തുക്കളും കാൽഷ്യവും ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സോഡിയം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ബേൺ ചെയ്ത് കഴിയുമ്പോൾ 589 നാനോമീറ്റർ ഉള്ള ഒരു ഫിൽറ്റർ നമ്മൾ ഉപയോഗിക്കും. ആ ഫിൽറ്ററിന്റെ പ്രത്യേകത അത് ഈ സോഡിയം ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന 589 നാനോമീറ്റർ ഉള്ള ലൈറ്റിനെ മാത്രമേ കടത്തിവിടൂ. അങ്ങനെ കടത്തിവിടുന്ന ലൈറ്റിനെ ഒരു ഫോട്ടോ സെൽ ഉപയോഗിച്ച് നാം മെഷർ ചെയ്യുന്നു. ഇപ്പൊ കളർ മീറ്ററിൽ ഉപയോഗിക്കും പോലെ ഒരു ഗാൽവനോമീറ്റർ ഉപയോഗിച്ചിട്ട് ആ കറണ്ട് നാം മെഷർ ചെയ്യുന്നു. അപ്പൊ അത് ആ കറണ്ടിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഈ സോഡിയത്തിന്റെ കോൺസെൻട്രേഷന് ആനുപാതികമായിരിക്കും. നമുക്ക് പൊട്ടാസ്യം കണ്ടുപിടിക്കേണ്ടത് വിചാരിക്കുക. പൊട്ടാസ്യത്തിനാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ പ്ലാസ്മ അല്ലെങ്കിൽ സെറം നമ്മൾ ബേൺ ചെയ്യുന്നു. അതിൽ നിന്ന് വരുന്ന ലൈറ്റ് ആ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ പ്ലാസ്മയിലുള്ള കണ്ടൻസ് എല്ലാം കത്തുമ്പോൾ പല പല വേവ് ലെങ്ത് ലൈറ്റ് പുറത്തേക്ക് വരും. പക്ഷെ നമുക്ക് ആവശ്യമുള്ള ഇത് മാത്രമാണ് പൊട്ടാസ്യം ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലൈറ്റ് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ നാം 766 നാനോമീറ്റർ ഉള്ള ഒരു ഫിൽറ്റർ ഉപയോഗിക്കും. ആ ഫിൽറ്റർ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൽ കൂടി പൊട്ടാസ്യം ബേൺ ചെയ്യുമ്പോൾ ഉള്ള ലൈറ്റ് മാത്രമേ കടന്നു പോകൂ. ബാക്കിയുള്ള ലൈറ്റിനെ പ്രിവെന്റ് ചെയ്യും. കാരണം ഈ മോണോക്രോമാറ്റർ പ്രത്യേകത ഈ നാനോമീറ്ററുള്ള ലൈറ്റിന് മാത്രമേ കടത്തിവിടൂ എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ കാൽഷ്യത്തിനും ബേറിയത്തിനും ലിഥിയത്തിനും ഒക്കെ അതിൻ്റെതായ ഫിൽറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വസ്തുക്കൾ യഥാക്രമം കത്തുമ്പോൾ ഉണ്ടാകുന്ന ലൈറ്റിനെ മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. The light is measured using a photo detector and a galvanometer. ഒരു ഫോട്ടോ ഡിറ്റക്ടറും ഗാൽവനോമീറ്ററും ഉപയോഗിച്ച് കളറിമീറ്ററിലെ പോലെ തന്നെ നമുക്ക് ഈ ലൈറ്റിനെ മെഷർ ചെയ്യാൻ പറ്റും. Concentration is determined by comparing with the standard. ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യണം. ഏതൊരു വസ്തു നമുക്ക് കോൺസെൻട്രേഷൻ അറിയാത്ത വസ്തുവിനെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ അറിയുന്ന ഒരു വസ്തു നമുക്ക് ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. ഇപ്പൊ ഒരാളുടെ ഹൈറ്റ് നമുക്ക് അളക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നീളം അറിയാവുന്ന ഒരു സ്കെയിൽ ഉപയോഗിച്ച് അളക്കാൻ പറ്റൂ. അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ അറിയുന്ന ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്ത് കോൺസെൻട്രേഷൻ അറിയാത്ത അതായത് ടെസ്റ്റ് സാമ്പിളിലുള്ള വസ്തുവിന്റെ കോൺസെൻട്രേഷനെ നാം കണ്ടുപിടിക്കുന്നു. അപ്പോ ശ്രദ്ധിക്കേണ്ട സംഗതി, എമിറ്റ് ചെയ്യുന്ന ലൈറ്റിനെ ഏത് വസ്തുവിനെയാണ് കണ്ടുപിടിക്കേണ്ടത് അതിന്റെ വെളിച്ചം മാത്രം അതിന്റെ ലൈറ്റ് മാത്രം നാം ഐസൊലേറ്റ് ചെയ്യണം. അതിനു വേണ്ടി ഫിൽറ്റർ ഉപയോഗിക്കുന്നു. സോഡിയത്തിനാണെങ്കിൽ 589 നാനോമീറ്റർ ഉള്ള ഫിൽറ്റർ ഉപയോഗിച്ചാൽ അതിൽ കൂടി സോഡിയം കത്തുമ്പോൾ ഉണ്ടാകുന്ന വെളിച്ചം ആ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് മാത്രമേ കടന്നു പോകുന്നുള്ളൂ. 766 നാനോമീറ്റർ ഉള്ള ഫിൽറ്റർ ഉപയോഗിച്ചാൽ പൊട്ടാസ്യം ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന
എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് മാത്രമേ കടന്നു പോകുന്നുള്ളൂ. ആ ലൈറ്റിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോട്ടോ ഡിറ്റക്ടറും ഗാൽവനോമീറ്ററും ഉപയോഗിച്ച് അതിന്റെ കോൺസെൻട്രേഷൻ നാം കണ്ടുപിടിക്കുന്നു. ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഒരു ഫ്ലെയിം ഫോട്ടോമീറ്ററിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ സാമ്പിള്, ഇപ്പൊ പ്ലാസ്മയോ യൂറിനോ എന്താണെന്നല്ല സാമ്പിൾ നമ്മൾ സൊല്യൂഷന്റെ രൂപത്തിലാക്കുന്നു. അതിനെ വളരെ ഫൈൻ പൗഡർ ആക്കി, ഫൈൻ സ്പ്രേ ആക്കി മാറ്റും, വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്പ്രേ ആക്കി മാറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് ഈ ആറ്റമൈസർ എന്ന് പറഞ്ഞാൽ. ഈ ആറ്റമൈസറിലേക്ക് ശക്തമായ രീതിയിൽ എയർ പമ്പ് ചെയ്യുന്നു. എയർ പമ്പ് ചെയ്യുമ്പോൾ ഇതൊരു കാപ്പിലറി ട്യൂബ് ആണ്. ഈ കാപ്പിലറി ട്യൂബ് സൊല്യൂഷനിൽ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാപ്പിലറി റൈസ് വഴി ഈ ഭാഗത്തേക്ക്, ഈ ട്യൂബ് ഇതിന്റെ ഉള്ളിലേക്കുണ്ട്, ഈ ഭാഗത്തേക്ക് ഈ സൊല്യൂഷൻ കാപ്പിലറി ട്യൂബിൽ കൂടി ഇവിടെ എത്തുന്നുണ്ടാവും. അതിലേക്ക് ശക്തമായ രീതിയിൽ എയർ ബ്ലോ ചെയ്യും. എയർ ബ്ലോ ചെയ്യുമ്പോഴത്തേക്കും, അതിശക്തമായ രീതിയിൽ എയർ ബ്ലോ ചെയ്യുമ്പോഴത്തേക്കും ഫൈൻ സ്പ്രേ പോലെയാവും, ചെറിയ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് സ്പ്രേ പോലെയാവും. ആ സ്പ്രേ നമ്മൾ ഈ ഫ്ലെയിമിലേക്ക് എത്തിക്കുന്നു. ഫ്ലെയിം ഇവിടെ കാണുന്നുണ്ട്. ഫ്യൂവൽ ഉപയോഗിച്ചിട്ട് LPG അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഫ്യൂവൽ ഉപയോഗിച്ചിട്ട് ഇവിടെ ഫ്ലെയിം ഉണ്ടാവുന്നു. ആ ഫ്ലെയിമിലേക്ക് നമ്മൾ ഈ സാമ്പിളിലുള്ള ആ വസ്തുക്കളെ, സാമ്പിളിനെ സ്പ്രേ ചെയ്യുന്നു. സ്പ്രേ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കത്തും. സ്പ്രേ ഉണ്ടാക്കാൻ കാരണം എന്ന് പറഞ്ഞാല് അതല്ലാതെ സൊല്യൂഷൻ വളരെ ലാർജ് എമൗണ്ടിൽ നമ്മൾ ഇങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം അണഞ്ഞു പോകും. അതുകൊണ്ടാണ് സ്പ്രേ ചെയ്യുന്നത്. അങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ ഇവിടെ ഈ ഫ്ലെയിമിൽ ഇത് കത്തുന്നു. കത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ലൈറ്റിനെ നമ്മളൊരു സ്ലിറ്റിൽ കൂടി, ഒരു ലെൻസിൽ കൂടി ഫോക്കസ് ചെയ്ത് സ്ലിറ്റിൽ കൂടി കടത്തി വിടുന്നു. ഇവിടെയാണ് ഫിൽറ്ററിന്റെ പ്രത്യേകത. ഈ ഉപയോഗിക്കുന്ന ഫിൽറ്റർ പൊട്ടാസ്യത്തിനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആ പൊട്ടാസ്യത്തിന് പറ്റുന്ന ഫിൽറ്റർ ഇവിടെ ഉപയോഗിക്കും. സോഡിയത്തിനാണെങ്കിൽ സോഡിയത്തിന് പറ്റുന്ന ഫിൽറ്റർ ഉപയോഗിക്കും. കാൽഷ്യത്തിനാണെങ്കിൽ അതിന്റെ ഫിൽറ്റർ ഉപയോഗിക്കും. ഈ ഫിൽറ്ററിലാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഫിൽറ്റർ വഴി കടന്നു പോകുന്നത്, ഇപ്പൊ ഇവിടെ സോഡിയത്തിന്റെ ഫിൽറ്റർ ആണെങ്കിൽ ഈ ഫിൽറ്റർ വഴി കടന്നു പോകുന്നത് സോഡിയം കത്തുമ്പോൾ ഉണ്ടാകുന്ന ലൈറ്റ് മാത്രമേ കടന്നു പോകുന്നുള്ളൂ. ബാക്കിയുള്ള ലൈറ്റിനെ ഈ ഫിൽറ്റർ സ്റ്റോപ്പ് ചെയ്യും. ഇത് ഒരു ഫോട്ടോ ഡിറ്റക്ടറിൽ, ഫോട്ടോ സെല്ലിലേക്ക് എത്തും. അവിടെ ഉണ്ടാകുന്ന ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ഒരു LCD ഡിസ്പ്ലേ, ഈ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ കാണുമ്പോൾ കറണ്ടിന്റെ അളവിന് അനുസരിച്ച് ഇവിടെ റീഡിംഗ് കൂടുന്നു. അതായത് ഇവിടെ വസ്തുവിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ഉണ്ടാകുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുന്നു. ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാകുന്ന ഈ ഫോട്ടോ സെല്ലിൽ ഉണ്ടാകുന്ന കറണ്ടിന്റെ അളവ് കൂടുന്നു. കറണ്ടിന്റെ അളവ് കൂടുമ്പോൾ ഇവിടെ റീഡിംഗ് കൂടുന്നു. അപ്പൊ ടെസ്റ്റിന്റെ റീഡിംഗ് നമ്മൾ മനസ്സിലാക്കുന്നു, സ്റ്റാൻഡേർഡിന്റെ റീഡിംഗ് മനസ്സിലാക്കുന്നു. അപ്പോൾ ടെസ്റ്റിന്റെയും സ്റ്റാൻഡേർഡിന്റെയും റീഡിംഗ് മനസ്സിലാക്കിയാൽ സ്റ്റാൻഡേർഡിന്റെ കോൺസെൻട്രേഷൻ ഉപയോഗിച്ച് കളറിമീറ്ററിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ റീഡിംഗ് ഓഫ് ടെസ്റ്റ് ബൈ റീഡിംഗ് ഓഫ് സ്റ്റാൻഡേർഡ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്, ആ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട്, സെയിം ഫോർമുല, ആ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ വസ്തുവിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതൊരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ മാത്രമാണ്. അപ്പൊ ഇവിടെ ആറ്റമൈസറിൽ ഫൈൻ സ്പ്രേ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഫ്ലെയിമിൽ അതിനെ ബേൺ ചെയ്യുന്നു. ഈ സ്ലിറ്റിൽ കൂടി ഫിൽറ്ററിൽ എത്തിക്കഴിയുമ്പോൾ ആവശ്യമുള്ള ലൈറ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. അത് ഫോട്ടോ സെല്ലിൽ പതിച്ചു കഴിയുമ്പോൾ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ കറണ്ട് നമ്മൾ ഒരു റീഡ് ഔട്ട് മീറ്റർ, ഒരു LCD ഡിസ്പ്ലേ സ്ക്രീനിൽ അതിന്റെ റീഡിംഗ് ആയിട്ട് മാറി ആ റീഡിംഗ് എടുക്കുന്നു. നമ്മൾ ടെസ്റ്റ് റൺ ചെയ്യണം. അത് കഴിഞ്ഞ് സ്റ്റാൻഡേർഡ് റൺ ചെയ്യണം. ടെസ്റ്റിന്റെയും സ്റ്റാൻഡേർഡിന്റെയും റീഡിംഗ് എടുത്ത് റീഡിംഗ് ഓഫ് ടെസ്റ്റ് ബൈ റീഡിംഗ് ഓഫ് സ്റ്റാൻഡേർഡ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് എന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള വസ്തുവിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക. പ്രധാനമായിട്ട് ബ്ലഡിലുള്ള ഇലക്ട്രോലൈറ്റ്സിനെ, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ലിഥിയം, ബേരിയം തുടങ്ങിയ ഇലക്ട്രോലൈറ്റ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, കത്തിച്ചാൽ കത്തുന്ന ആ ഇലക്ട്രോലൈറ്റ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഫോട്ടോമീറ്റർ നാം ഉപയോഗിക്കുന്നത്. സെൻട്രിഫ്യൂജ് വിശദമായിട്ട് നാം പഠിക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തതാണ്. സെൻട്രിഫ്യൂജിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് ഡെൻസിറ്റിയിൽ വ്യത്യാസം അനുസരിച്ച് ഒരു സസ്പെൻഷനിലുള്ള ഘടകങ്ങളെ വേർതിരിക്കുക. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വസ്തുക്കൾ മിക്സ് ചെയ്തിട്ടുണ്ടാകുന്ന സൊല്യൂഷൻ എന്ന ലെവലിലേക്ക് പോകാത്ത, അതിൽ പാർട്ടിക്കിളിന്റെ സൈസ് സൊല്യൂഷനേക്കാൾ ഉയർന്നിരിക്കണം. ഒരിക്കലും ഒരു സൊല്യൂഷനെ സെൻട്രിഫ്യൂജ് ചെയ്ത് നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഉപ്പ് വെള്ളം നമ്മൾ ഉണ്ടാക്കി, അതായത് സലൈൻ ഉണ്ടാക്കി. ആ സലൈൻ ഉണ്ടാക്കി എത്ര സെൻട്രിഫ്യൂജ് ചെയ്താലും സോഡിയം ക്ലോറൈഡ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം സൊല്യൂഷൻ ആണ്. സസ്പെൻഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. ഉദാഹരണം ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഒരു സസ്പെൻഷൻ ആണ്. പ്ലാസ്മയിൽ RBC, WBC, പ്ലേറ്റ്ലെറ്റ് ഒക്കെ സസ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്, വലിയ പാർട്ടിക്കിൾസ് ആണ്. അങ്ങനെ ഒരു ലിക്വിഡില് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന
വസ്തുക്കളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് സെൻട്രിഫ്യൂജ്. ആ സെൻട്രിഫ്യൂജിൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് സബ്സ്റ്റൻസ് ഓഫ് ഗ്രേറ്റർ ആൻഡ് ലെസർ ഡെൻസിറ്റി. ഡെൻസിറ്റി കുറഞ്ഞ വസ്തുക്കൾ മുകളിലും ഡെൻസിറ്റി കൂടിയ വസ്തുക്കൾ താഴെയുമായിട്ട് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്ന ഉപകരണത്തിനാണ് നാം സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. സെൻട്രിഫ്യൂജ്, വിവിധ തരത്തിലുള്ള സെൻട്രിഫ്യൂജുകളും അതിൽ ഉപയോഗിക്കുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ഓൾറെഡി പഠിച്ചതാണ്. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ മൊഡ്യൂളുകൾ റെഫർ ചെയ്യുക, കൂടുതലായിട്ട് റിഫ്രഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. ഇറ്റ് ഈസ് റിക്വയർഡ് ടു സെപ്പറേറ്റ് സിറം, പ്ലാസ്മ, പ്രസിപ്പിറ്റേറ്റ് എക്സെറ്ററ. സിറവും പ്ലാസ്മയും ഒക്കെ ബ്ലഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രിഫ്യൂജ് ആണ് ഉപയോഗിക്കുക. ബയോകെമിസ്ട്രിയിൽ വളരെ പ്രധാനപ്പെട്ട സ്പെസിമെൻ ആണ് സിറവും പ്ലാസ്മയും. അതിന്റെ സെപ്പറേഷന് വേണ്ടി നാം സെൻട്രിഫ്യൂജ് ഉപയോഗിക്കുന്നു. അതുപോലെ പ്രസിപ്പിറ്റേറ്റുകൾ, ഉദാഹരണം പ്രസിപ്പിറ്റേഷൻ നമ്മൾ ഫ്യൂഷർ റിയാക്ഷൻ നമ്മൾ പഠിച്ചു. ബൈൽ പിഗ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂഷർ റിയാക്ഷൻ, ആ ഫ്യൂഷർ റിയാക്ഷനിൽ പിഗ്മെന്റ് പ്രസിപ്പിറ്റേറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ സെൻട്രിഫ്യൂഗേഷൻ അല്ലെങ്കിൽ ഫിൽട്രേഷൻ, അതാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അതേപോലെ പ്രസിപ്പിറ്റേറ്റുകളെ സെപ്പറേറ്റ് ചെയ്യാനും നമുക്ക് സെൻട്രിഫ്യൂജ് എന്ന ഉപകരണം ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. വാട്ടർ ബാത്ത് ആണ്. വാട്ടർ ബാത്ത് is a laboratory equipment made from a container filled with heated water. ഒരു കണ്ടെയ്നർ, ആ കണ്ടെയ്നറിലുള്ള വെള്ളത്തിന് ചൂടാക്കാനുള്ള സംവിധാനം. വാട്ടർ ബാത്ത് നമ്മൾ ഉപയോഗിച്ചതാണ്, അറിയാവുന്നതാണ്, ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രം. വെള്ളത്തെ ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമുള്ള ഒരു പാത്രം. അപ്പൊ അതില് ചൂടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹീറ്റിംഗ് കോയിൽസ് ആണ് ഉപയോഗിക്കുക. ആ ഹീറ്റിംഗ് കോയിൽസ് ഉപയോഗിക്കുമ്പോൾ ചൂട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. റെഗുലേറ്റ് ചെയ്യാനുള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് നിശ്ചിത ടെമ്പറേച്ചർ, ഇപ്പൊ 37 ഡിഗ്രി സെന്റിഗ്രേഡ് ആണെങ്കിൽ ആ 37 ഡിഗ്രി സെന്റിഗ്രേഡിൽ ആ ചൂട് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് തെർമോസ്റ്റാറ്റ്, ചൂട് നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്, ഡിവൈസ് ആണ് തെർമോസ്റ്റാറ്റ്. ഇപ്പൊ തെർമോസ്റ്റാറ്റ് ഉപയോഗിച്ചിട്ട് ഹീറ്റ് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ: ഇൻക്യുബേറ്റ് സാമ്പിൾസ് ഇൻ വാട്ടർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ബയോകെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന പല റിയാക്ഷൻസിനും ഇൻക്യുബേഷൻ ആവശ്യമുണ്ട്. ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ഡിഗ്രി സെന്റിഗ്രേഡിൽ ഒരു നിശ്ചിത സമയത്ത് കീപ്പ് ചെയ്യുന്നതിനാണ് നാം ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇൻക്യുബേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിയാക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഇൻക്യുബേഷന് വേണ്ടിയിട്ട് വാട്ടർ ബാത്തുകൾ ആവശ്യമായിട്ടുണ്ട്. റിയേജന്റ് വാർമിംഗ്, സബ്സ്ട്രേറ്റ് മെൽറ്റിംഗ് ഓർ സെൽ കൾച്ചർ ഇൻക്യുബേഷൻ. റിയേജന്റുകൾ, റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുന്ന റിയേജന്റുകൾ റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പായിട്ട് റൂം ടെമ്പറേച്ചറിലേക്കോ അതല്ലെങ്കിൽ 37 ഡിഗ്രി സെന്റിഗ്രേഡിലേക്കോ വാം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ റിയേജന്റ് വാം ചെയ്യാൻ വേണ്ടി വാട്ടർ ബാത്ത് ഉപയോഗിക്കുക. സബ്സ്ട്രേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഫ്രിജറേറ്റ് ചെയ്ത സബ്സ്ട്രേറ്റുകളെ മെൽറ്റ് ചെയ്ത് റൂം ടെമ്പറേച്ചറിലേക്കോ 37 ഡിഗ്രി സെന്റിഗ്രേഡിലേക്കോ അല്ലെങ്കിൽ റിയാക്ഷൻ നടക്കുന്ന ടെമ്പറേച്ചർ ഏതാണോ അതിലേക്കോ എത്തിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ ബാത്ത് ഉപയോഗിക്കാം. അതുപോലെ സെൽ കൾച്ചർ ഇൻക്യുബേഷന് വേണ്ടിയിട്ട്, സെൽ കൾച്ചർ നമ്മൾ ബയോകെമിസ്ട്രിയുടെ ഒരു പെർസ്പെക്റ്റീവിലുള്ളതല്ല എങ്കിലും അതിനും നമുക്ക് വാട്ടർ ബാത്ത് ഉപയോഗിക്കാം. To enable certain chemical reactions to occur at high temperature. ചില കെമിക്കൽ റിയാക്ഷൻസ് വളരെ ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ നടക്കൂ. ഒരു ഉദാഹരണം, നമ്മൾ യൂറിനിൽ ബെനഡിക്സ് ടെസ്റ്റ് പഠിച്ചിരുന്നു. ബെനഡിക്സ് ടെസ്റ്റ് ബോയിലിംഗ് വാട്ടർ ബാത്തിലാണ്. 6 ഡിഗ്രി സെന്റിഗ്രേഡ് തിളയ്ക്കുന്ന വാട്ടർ ബാത്തിൽ മാത്രമേ ആ ബെനഡിക്സ് റിയാക്ഷൻ നടക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് വാട്ടർ ബാത്ത് ഉപയോഗിക്കാം. അപ്പൊ വാട്ടർ ബാത്ത് ഒരു വേരിയബിൾ ടെമ്പറേച്ചറിൽ പല റിയാക്ഷൻസ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ്. അത് റൂം ടെമ്പറേച്ചർ ആകാം, 37 ആകാം, ബോയിലിംഗ് ആകാം. മാക്സിമം 100 ഡിഗ്രിയിലാണ് വെള്ളം തിളക്കുക. ആ 100 ഡിഗ്രി വരെയുള്ള ഏത് ടെമ്പറേച്ചറിലും നടത്തേണ്ട കെമിക്കൽ റിയാക്ഷൻസ് ഇൻക്യുബേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ ബാത്ത് നാം ഉപയോഗിക്കുന്നു. വാട്ടർ ബാത്ത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ആ വാട്ടർ ബാത്തിന്റെ ജസ്റ്റ് ആ ഉപകരണത്തിന്റെ ഒരു ചിത്രമാണിത്. ഈ വാട്ടർ ബാത്തിന്റെ ബയോകെമിസ്ട്രിയിൽ മാത്രമല്ല മൈക്രോബയോളജിയിലും മറ്റു ഡിപ്പാർട്ട്മെന്റ്സിലും ഹെമറ്റോളജിയിലും ഒക്കെ വാട്ടർ ബാത്ത് ഉപയോഗിക്കുന്നുണ്ട്. വാട്ടർ ബാത്തിനെ സംബന്ധിച്ചും വിശദമായിട്ടുള്ള വിവരങ്ങൾ നാം ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അപ്പോൾ ആ റെഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ ബാത്തിനെ സംബന്ധിക്കുന്ന വിശദ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻസ്ട്രുമെന്റ്സിനെ സംബന്ധിക്കുന്ന ഒന്നാമത്തെ ക്ലാസ് ആണ്. അടുത്ത ഒരു ക്ലാസ് കൂടി ബാക്കിയുള്ള ഇൻസ്ട്രുമെന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. താങ്ക് യു.